നമസ്കാരം, എല്ലാവർക്കും ഡോക്ടർ കെമിസ്ട്രിയിലേക്ക് സ്വാഗതം. ലാസ്റ്റ് ലെസണിൽ നമ്മൾ സയന്റിഫിക് നൊട്ടേഷൻസും അവയുടെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസും വരെയാണ് കണ്ടത്. ഇന്ന് നമുക്ക് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് നോക്കാം. എന്താണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്? നമ്മളിപ്പോൾ ഫിസിക്സിലും കെമിസ്ട്രിയിലും എല്ലാം ധാരാളം ഫിസിക്കൽ മെഷർമെന്റ്സ് എടുക്കേണ്ടി വരാറുണ്ട് അല്ലേ? അതായത് സബ്സ്റ്റൻസസിന്റെ മാസ് മെഷർ ചെയ്യേണ്ടി വരാറുണ്ട്, ലെങ്ത് കാണേണ്ടി വരാറുണ്ട്, വോളിയം മെഷർ ചെയ്യേണ്ടി വരാറുണ്ട്. നമ്മൾ ഇങ്ങനെ എടുക്കുന്ന ഈ ഫിസിക്കൽ മെഷർമെന്റ്സ് ഒന്നും ദേ ആർ നോട്ട് അബ്സല്യൂട്ട്ലി കറക്റ്റ്. അതായത് ഈ മെഷർമെന്റ്സ് ഇൻകറക്റ്റ് ആണെന്നല്ല ഞാൻ പറയുന്നത്, ദേ ആർ നോട്ട് അബ്സല്യൂട്ട്ലി കറക്റ്റ്, ദേ ആർ നോട്ട് അബ്സല്യൂട്ട്ലി പെർഫെക്റ്റ്. ഈ മെഷർമെന്റ്സ് ഒന്നും absolutely perfect അല്ല. All these measurements have some degree of uncertainty, and this uncertainty can be caused by the skill of the measurement taker or the tool used. അതായത് ഈ മെഷർമെന്റ്സിന് ഒരു certain degree of uncertainty ഉണ്ട്. ഈ uncertainty മെഷർമെന്റ് ടേക്കറുടെ അൺസർട്ടനിറ്റി ആവാം, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സിന്റെ അൺസർട്ടനിറ്റി ആവാം. ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു ഒബ്ജക്റ്റിന്റെ ലെങ്ത് മെഷർ ചെയ്യാണ്. നമുക്ക് 15.7 സെന്റിമീറ്റേഴ്സ് കിട്ടി. ഇങ്ങനെ ഒരു മെഷർമെന്റ് നമ്മൾ എഴുതുമ്പോൾ ഇതിൽ ലാസ്റ്റ് വരുന്ന ഡിജിറ്റ് ഇത് അൺസർട്ടൻ ആവും. ഇത് അൺസർട്ടൻ ആണ്. അതായത് ഈ 15.7 എന്നുള്ളത് വേറൊരാൾ മെഷർ ചെയ്യുമ്പോൾ ചിലപ്പോൾ 15.8 ആവാം, അല്ലെങ്കിൽ 15.6 ആവാം. ഓക്കെ, ഈ ലാസ്റ്റ് ഡിജിറ്റ് അൺസർട്ടൻ ആണ്. എന്നാൽ അതിന് മുമ്പ് വരുന്ന ഡിജിറ്റ്സ് എല്ലാം സർട്ടൻ ആണ്. ഈ 15 എന്നുള്ളത് ആര് മെഷർ ചെയ്താലും 15 തന്നെയാണ് വരിക. പ്രോപ്പറായി മെഷർ ചെയ്യാൻ അറിയാവുന്നവര് മെഷർ ചെയ്താൽ 15 തന്നെയാണ് വരിക. എന്നാൽ ഈ ലാസ്റ്റ് ഡിജിറ്റ് ചിലപ്പോൾ ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. അതായത് 15.8 ആവാം, അല്ലെങ്കിൽ 15.6 ആവാം. ഇനി നമ്മളൊരു വോളിയം മെഷർ ചെയ്യുകയാണെങ്കിൽ ഇപ്പം എനിക്ക് 11.2 ml എന്ന് കിട്ടി. ഈ 11.2 എന്നുള്ളത് വേറൊരാൾ മെഷർ ചെയ്യുമ്പോൾ ചിലപ്പോൾ 11.1 കിട്ടാം, അല്ലെങ്കിൽ 11.3 കിട്ടാം. ചെറിയ വേരിയേഷൻസ്. ഈ ലാസ്റ്റ് ഡിജിറ്റ് അൺസർട്ടൻ ആണ്. ഈ ലാസ്റ്റ് ഡിജിറ്റിൽ ചെറിയ ചേഞ്ച് വരാം. എന്നാൽ അതിന് മുമ്പ് വരുന്ന ഡിജിറ്റ്സ് എല്ലാം സർട്ടൻ ഡിജിറ്റ്സ് ആണ്. അതിന് ചേഞ്ച് ഒന്നും വരില്ല. ഇതാണ് അൺസർട്ടനിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ എഴുതുന്ന മെഷർമെന്റ്സിൽ ലാസ്റ്റ് ഡിജിറ്റ് അൺസർട്ടൻ ആണ്, എന്നാൽ അതിന് മുമ്പ് വരുന്ന ഡിജിറ്റ്സ് എല്ലാം സർട്ടൻ ആണ്. ഇതാണ് അൺസർട്ടനിറ്റി എന്നതുകൊണ്ട് പറയുന്നത്. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ അൺസർട്ടനിറ്റിയെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉപയോഗിക്കുന്നത്. അതായത് ഈ അൺസർട്ടനിറ്റിയെ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിന്റെ നമ്പർ പറഞ്ഞിട്ടാണ്. അതായത് നമ്മളുടെ മെഷർമെന്റിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അൺസർട്ടനിറ്റിയെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഈ മെഷർമെന്റ് തന്നെ എടുക്കാം. ഈ 15.7 എന്നുള്ള മെഷർമെന്റിൽ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണുള്ളത്. ഇങ്ങനെ ഒരു മെഷർമെന്റ് എഴുതുമ്പോൾ ഇതിൽ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്. ഇതിൽ ലാസ്റ്റ് ഡിജിറ്റ് ആണ് അൺസർട്ടൻ. എന്നാൽ 15.68 എന്ന് ഞാൻ എഴുതിയാൽ ഇതിൽ 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്. ഇവിടെ അൺസർട്ടനറ്റ് ആയി വരുന്നത് ഈ ലാസ്റ്റ് ഡിജിറ്റ് ആണ്. 8 ആണ് അൺസർട്ടൻ. അതാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിന്റെ ഇമ്പോർട്ടൻസ്. അതായത് എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് നമ്മൾ എഴുതിയിട്ടുണ്ടോ അതിൽ ലാസ്റ്റ് വരുന്ന ഡിജിറ്റ് അതായിരിക്കും അൺസർട്ടൻ. അതിന് മുമ്പ് വരുന്ന ഡിജിറ്റ്സ് എല്ലാം സർട്ടൻ ഡിജിറ്റ്സ് ആയിരിക്കും. ഇപ്പോൾ അനലിറ്റിക്കൽ ബാലൻസിൽ നമ്മൾ മാസ് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര ഡെസിമൽ പ്ലേസസ് കിട്ടും? 4.6254. അതായത് നമുക്ക് 4 ഡെസിമൽ പ്ലേസസ് വരെ ഉള്ള റീഡിംഗ് ആണ് അനലിറ്റിക്കൽ ബാലൻസ് തരിക. അത് അത്രയും ആക്യുറേറ്റ് ആണ്. ഇവിടെ ഈ ലാസ്റ്റ് ഡിജിറ്റ് ആണ്, ഈ ലാസ്റ്റ് ഡെസിമൽ പോയിന്റ് ആണ്, ഈ 4 എന്നുള്ള നമ്പർ ആണ് അൺസർട്ടൻ. ഇതേ സബ്സ്റ്റൻസ് ഞാൻ ടോപ്പ് ആൻഡ് ബാലൻസിൽ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് കിട്ടുക 4.7 എന്നാവാം, അല്ലെങ്കിൽ 4.6 എന്നാവാം അല്ലേ? അതായത് ഈ സെയിം സബ്സ്റ്റൻസ് തന്നെ ഞാൻ ടോപ്പ് ആൻഡ് ബാലൻസിൽ അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം ബാലൻസിൽ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഒരു ഡെസിമൽ പോയിന്റ് ഉള്ള ഡിജിറ്റ് ആണ് കിട്ടുക. അതായത് 4.7, 4.6 ഇങ്ങനെയുള്ള ഒരു റീഡിംഗ് ആയിരിക്കും കിട്ടുക. ഇവിടെ ഈ ഡിജിറ്റ്, ഈ ഫസ്റ്റ് ഡെസിമൽ പോയിന്റ് തന്നെ അൺസർട്ടൻ ആണ് അല്ലെ? ഈ 4 എന്നുള്ള ഡിജിറ്റ് മാത്രമേ സർട്ടൻ ആയിട്ടുള്ളൂ. എന്നാൽ അനലിറ്റിക്കൽ ബാലൻസിൽ ഈ 4.625 വരെ സർട്ടൻ ആണ്. ഈ ലാസ്റ്റ് ഡിജിറ്റ് ആണ് അൺസർട്ടൻ. ഇതാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. അതായത് ഇപ്പോൾ ഞാൻ ഇതിൽ പറഞ്ഞു ഇതിൽ 5 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്. അതിൽ ലാസ്റ്റ് ഡിജിറ്റ് അൺസർട്ടൻ. എന്നാൽ ഇവിടെ 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സേ ഉള്ളൂ. ഇതിൽ ലാസ്റ്റ് ഡിജിറ്റ് അൺസർട്ടൻ. നമ്മൾ ഏത് മെഷർമെന്റ് എഴുതിയാലും അതിൽ ഇത്രയും സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ലാസ്റ്റ് വരുന്ന ഡിജിറ്റ് ആയിരിക്കും അൺസർട്ടൻ. അതിൽ മുമ്പ് വരുന്ന ഡിജിറ്റ്സ് എല്ലാം സർട്ടൻ ആയിരിക്കും. ഇതാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. അതായത് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൽ എപ്പോഴും സർട്ടൻ ഡിജിറ്റ്സ് ഉണ്ടാവും, അൺസർട്ടൻ ഡിജിറ്റ്സ് ഉണ്ടാവും.
സോ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആർ നമ്പേഴ്സ് വിത്ത് സർട്ടൻ ഡിജിറ്റ്സ് പ്ലസ് ഫസ്റ്റ് അൺസർട്ടൻ ഡിജിറ്റ്. ഈ അൺസർട്ടൻ ഡിജിറ്റ് എപ്പോഴും ഏതൊരു മെഷർമെൻറ്റിൻ്റെയും ലാസ്റ്റ് നമ്പർ ആയിരിക്കും. ഈ അൺസർട്ടൻ ഡിജിറ്റ് ഏത് നമ്പറിൻ്റെയും ഏതൊരു മെഷർമെൻറ്റിൻ്റെയും ലാസ്റ്റ് ഡിജിറ്റ് ആയിരിക്കും അൺസർട്ടൻ ആയിട്ട് വരുന്നത്. ബാക്കിയുള്ള എല്ലാ നമ്പേഴ്സും എന്തായിരിക്കും? സർട്ടൻ ഡിജിറ്റ്സ് ആയിരിക്കും. സോ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് പറഞ്ഞാൽ സർട്ടൻ ഡിജിറ്റ്സും ഒരു അൺസർട്ടൻ ഡിജിറ്റും ഉള്ള നമ്പേഴ്സാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. ഇനി നമ്മളൊരു മെഷർമെൻറ്റ് എഴുതുമ്പോൾ അതിൽ എല്ലാ നമ്പേഴ്സും സിഗ്നിഫിക്കൻ്റ് ആവണമെന്നില്ല. സോ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിനെ ഡിറ്റർമിൻ ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് റൂൾസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് റൂൾ എന്താണ്? ഓൾ നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ്. എല്ലാ നോൺ സീറോ ഡിജിറ്റ്സും സിഗ്നിഫിക്കൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ 5 2 3 1 ഇങ്ങനെ ഒരു നമ്പർ ഞാൻ എഴുതി കഴിഞ്ഞാൽ ഇതിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്? 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്. ഈ എല്ലാ നമ്പേഴ്സും സിഗ്നിഫിക്കൻ്റ് ആണ്, കാരണം ഇതിൽ സീറോ ഒന്നുമില്ല അല്ലേ. ഓൾ നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ്. ഇനി ഈ നമ്പർ ഇങ്ങനെയാണെങ്കിലോ 5000 ആണെങ്കിലോ ഇതിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്? ഈ സീറോസ് ഒന്നും സിഗ്നിഫിക്കൻ്റ് അല്ല അല്ലേ. നോൺ സീറോ ഡിജിറ്റ്സ് ആണ് സിഗ്നിഫിക്കൻറ്റ്. സോ ദീസ് സീറോസ് ആർ നോട്ട് സിഗ്നിഫിക്കൻറ്റ്. വി ഹാവ് ഓൺലി വൺ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഹിയർ ആൻഡ് ദാറ്റ് ഈസ് 5. ഇനി നമുക്ക് സെക്കൻഡ് റൂൾ നോക്കാം. സീറോസ് ബിറ്റ്വീൻ നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ്. അതായത് നോൺ സീറോ ഡിജിറ്റ്സിൻ്റെ ഇടയ്ക്ക് വരുന്ന സീറോസ് സിഗ്നിഫിക്കൻ്റ് ആണ്. ഞാൻ പറഞ്ഞു സീറോസ് സിഗ്നിഫിക്കൻ്റ് അല്ല, പക്ഷേ ആ സീറോസ് നോൺ സീറോ ഡിജിറ്റിൻ്റെ ഇടയ്ക്ക് വരികയാണെങ്കിൽ ദേ ആർ സിഗ്നിഫിക്കൻറ്റ്. ഫോർ എക്സാമ്പിൾ 502 ഇങ്ങനെ ഞാൻ എഴുതുകയാണെങ്കിൽ ഈ സീറോ രണ്ട് നോൺ സീറോ ഡിജിറ്റ്സിൻ്റെ ഇടയ്ക്കാണ് കിടക്കുന്നത് അല്ലേ. 5ൻ്റെയും 2ൻ്റെയും ഇടയ്ക്കാണ്. സോ ദിസ് സീറോ ഈസ് സിഗ്നിഫിക്കൻറ്റ്. സോ ഹൗ മെനി സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആർ ഹിയർ? 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. This zero is significant because it lies in between two non-zero digits. Okay. ഇനി നമുക്ക് തേർഡ് റൂൾ നോക്കാം. തേർഡ് റൂൾ ഇതാണ്. ട്രെയിലിംഗ് സീറോസ് ഇൻ എ നമ്പർ വിത്ത് എ ഡെസിമൽ പോയിന്റ് ആർ സിഗ്നിഫിക്കൻറ്റ്. ട്രെയിലിംഗ് സീറോസ് എന്ന് പറഞ്ഞാൽ ടെർമിനൽ സീറോസ്. ടെർമിനൽ സീറോസ് ഓർ ട്രെയിലിംഗ് സീറോസ് വിത്ത് എ ഡെസിമൽ പോയിന്റ് ആർ സിഗ്നിഫിക്കൻറ്റ്. അതായത് ഞാൻ പറഞ്ഞു 5000-ലെ ഒരു സിഗ്നിഫിക്കൻറ്റ് ഫിഗർ മാത്രമേ ഉള്ളൂ, ബിക്കോസ് ദീസ് സീറോസ് ആർ നോട്ട് സിഗ്നിഫിക്കൻറ്റ്. എന്നാൽ നമ്മൾ ഇങ്ങനെ എഴുതുകയാണെങ്കിൽ 5.000 ഇങ്ങനെ എഴുതുകയാണെങ്കിൽ ഈ സീറോസ് ഞാനൊരു ഡെസിമൽ പോയിന്റിന് ശേഷം എഴുതുകയാണെങ്കിൽ ദീസ് സീറോസ് ആർ സിഗ്നിഫിക്കൻറ്റ്. സോ ഹിയർ വി ഹാവ് 4 significant figures. Okay, so trailing zeros or terminal zeros എൻഡിൽ വരുന്ന സീറോസ് ഒരു ഡെസിമൽ പോയിന്റിന് ശേഷമാണ് ആ സീറോസ് വരുന്നതെങ്കിൽ they are significant. That is the third rule. ഇനി നമുക്ക് fourth rule കാണാം. Fourth rule ഇതാണ്. Zeros preceding the first non-zero digit are not significant. ഞാൻ പറഞ്ഞു ഡെസിമൽ പോയിന്റിന് ശേഷം വരുന്ന സീറോസ് സിഗ്നിഫിക്കൻ്റ് ആണ്. പക്ഷേ അങ്ങനെ വരുന്ന സീറോസ് ഒരു നോൺ സീറോ ഡിജിറ്റിന് മുമ്പ് വരികയാണെങ്കിൽ ദേ ആർ നോട്ട് സിഗ്നിഫിക്കൻറ്റ്. അതായത് നമുക്കിവിടെ സീറോ മാത്രമേ ഉള്ളൂ, വേറൊരു നോൺ സീറോ ഡിജിറ്റുമില്ല. ഇനി വരുന്നതും സീറോസ് തന്നെയാണ്. അതായത് ഒരു നോൺ സീറോ ഡിജിറ്റിന് മുമ്പ് സീറോസ് വരികയാണെങ്കിൽ ആ സീറോസ് ആർ നോട്ട് സിഗ്നിഫിക്കൻറ്റ്. സോ 0.00324 ഇങ്ങനെ വരികയാണെങ്കിൽ ഈ നമ്പറിൽ ആകെ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സേ ഉള്ളൂ. സോ സീറോസ് പ്രിസീഡിംഗ് ദി ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് ആർ നോട്ട് സിഗ്നിഫിക്കൻറ്റ്. മനസ്സിലായോ? ഒരു നോൺ സീറോ ഡിജിറ്റിന് ഡെസിമൽ പോയിന്റ് ഉണ്ടെങ്കിലും ഒരു നോൺ സീറോ ഡിജിറ്റിന് ശേഷം സീറോസ് വന്നാൽ മാത്രമേ ആ സീറോസ് സിഗ്നിഫിക്കൻ്റ് ആവുകയുള്ളൂ. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. 2010 ഇതിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്? ഇതിൽ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണുള്ളത്. 201 ഈ ട്രെയിലിംഗ് സീറോ സിഗ്നിഫിക്കൻ്റ് അല്ല. ഇത് സിഗ്നിഫിക്കൻ്റ് ആവണമെങ്കിൽ നമുക്കൊരു ഡെസിമൽ പോയിന്റ് വേണമായിരുന്നു. ഇവിടെ ഒരു ഡെസിമൽ പോയിന്റ് ഇല്ലാത്തത് കൊണ്ട് ഈ സീറോ നോൺ സിഗ്നിഫിക്കൻ്റ് ആണ്. ഈ സീറോ ഇൻ ബിറ്റ്വീൻ സീറോ ആയതുകൊണ്ട് ഈ സീറോ സിഗ്നിഫിക്കൻ്റ് ആണ്. ഓക്കെ, സോ നമുക്കിവിടെ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്? 1 2 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ് നമുക്കിവിടെ ഉള്ളത്. ഇനി 5.010 ഇതിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്? ഈ സീറോ ഇവിടെ സിഗ്നിഫിക്കൻ്റ് ആണ്, കാരണം നമുക്കൊരു ഡെസിമൽ പോയിന്റ് ഉണ്ട് അല്ലേ. ട്രെയിലിംഗ് സീറോസ് ആർ സിഗ്നിഫിക്കൻറ്റ് ഓൺലി വെൻ വി ഹാവ് എ ഡെസിമൽ പോയിന്റ് വിച്ച് വി ഡു ഹാവ് ഹിയർ. നമുക്കിവിടെ ഈ ഡെസിമൽ പോയിന്റ് ഉണ്ട്. സോ ദിസ് സീറോ ഇസ് സിഗ്നിഫിക്കൻറ്റ്. സോ ഹിയർ വി ഹാവ് 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. 1 2 3 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. ഓക്കെ, ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. 0.0023
ഇതിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്? ഈ സീറോസ് ദേ ആർ പ്രസീഡിങ് സീറോസ് അല്ലേ? ഒരു നോൺ സീറോ ഡിജിറ്റിന് മുമ്പ് സീറോസ് വന്നാൽ ദേ ആർ നോട്ട് സിഗ്നിഫിക്കൻറ്റ്. സോ വി ഹാവ് ഓൺലി 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഹിയർ. 0.0023 എന്നുള്ള നമ്പറിൽ നമുക്ക് ആകെ 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സേ ഉള്ളൂ. ഇനി 3000, ഇതിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്? 1 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ മാത്രമേ ഉള്ളൂ, കാരണം ദീസ് സീറോസ് ആർ നോട്ട് സിഗ്നിഫിക്കൻറ്റ്. ഓക്കെ, ഇത്രയാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിന്റെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് നോക്കാം. അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിന്റെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ചെയ്യുമ്പോൾ നമ്മൾ ചില റൂൾസ് ഫോളോ ചെയ്യേണ്ടതുണ്ട്. അഡീഷനും സബ്ട്രാക്ഷനും ഒരു റൂളാണ്, സെയിം റൂളാണ്. നമുക്ക് എന്താണ് ആ റൂൾ എന്ന് നോക്കാം. In addition and subtraction, we need to round the result to the smallest number of decimal places. അതായത് നമ്മൾ ആഡ് ചെയ്യുന്ന അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുന്ന നമ്പേഴ്സിൽ ഏത് നമ്പറിനാണ് സ്മോളസ്റ്റ് നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസസ് ഉള്ളത്, ആ നമ്പറിൻ്റെ ഡെസിമൽ പ്ലേസസ് നമ്മൾ കൗണ്ട് ചെയ്തിട്ട് അത്രയും ഡെസിമൽ പ്ലേസസ് മാത്രമേ നമ്മളുടെ ആൻസറിലും ഉണ്ടാവാൻ പാടുള്ളൂ. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഫസ്റ്റ് നമുക്ക് സബ്ട്രാക്ഷൻ നോക്കാം. 36.95 മൈനസ് 2.366. ഈ സബ്ട്രാക്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് കിട്ടുന്ന ആൻസർ 34.584 ആണ്. നമ്മൾ ഇതിനെ റൗണ്ട് ചെയ്യണം അല്ലേ? റൗണ്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? റൗണ്ട് ദ റിസൾട്ട് ടു ദി സ്മോളസ്റ്റ് നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസസ്. നമ്മൾ ഈ രണ്ട് നമ്പേഴ്സും നോക്കണം. ഇതിൽ ഫസ്റ്റ് നമ്പറിന് എത്ര ഡെസിമൽ പ്ലേസസ് ഉണ്ട്? 2 ഡെസിമൽ പ്ലേസസ് അല്ലേ? 95. ഡെസിമൽ പോയിന്റിന് ശേഷം നമുക്ക് 2 നമ്പേഴ്സ് ആണുള്ളത്, 2 ഡെസിമൽ പ്ലേസസ്. ഈ നമ്പറിൽ നമുക്ക് എത്ര ഡെസിമൽ പ്ലേസസ് ഉണ്ട്? ഇവിടെ ഡെസിമൽ പോയിന്റിന് ശേഷം നമുക്ക് 3 ഡെസിമൽ പ്ലേസസ് ഉണ്ട് അല്ലേ? നമ്മൾ എങ്ങനെയാണ് റൗണ്ട് ചെയ്യേണ്ടത്? റൗണ്ട് ദ റിസൾട്ട് ടു ദി സ്മോളസ്റ്റ് നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസസ്. നമ്മളുടെ ആൻസറിലും 2 ഡെസിമൽ പ്ലേസസ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ, 34.58. We need to round the result to the smallest number of decimal places. ഇനി അഡീഷനും ഇതേ റൂൾ തന്നെയാണ്. ഫോർ എക്സാമ്പിൾ 13.56 പ്ലസ് 0.9447. ഈ രണ്ട് നമ്പറും ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആൻസർ 14.5047 ആണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഡെസിമൽ പ്ലേസസിന്റെ നമ്പേഴ്സ് നോക്കണം. ഇവിടെ നമുക്ക് 2 ഡെസിമൽ പ്ലേസസ് ആണ്, ഇവിടെ നമുക്ക് 4 ഡെസിമൽ പ്ലേസസ് ആണ്. സോ നമ്മളുടെ ആൻസറിൽ ഇറ്റ് ഷുഡ് കണ്ടെയ്ൻ ഓൺലി 2 ഡെസിമൽ പ്ലേസസ് അല്ലേ? ലീസ്റ്റ് നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസസ് ആണ് ഉണ്ടാവാൻ പാടുള്ളൂ. സോ നമുക്ക് 2 ഡെസിമൽ പ്ലേസസ് മാത്രമേ ഇവിടെ ഉണ്ടാവാൻ പാടുള്ളൂ, 14.50. ഓക്കെ, ഇനി റൗണ്ട് ചെയ്യേണ്ട സമയത്ത് നമ്മൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതെല്ലാവർക്കും അറിയുമായിരിക്കും, എന്നാലും ലെറ്റ് മി ജസ്റ്റ് റിമൈൻഡ് യു. ഇവിടെ ഈ 4 5നേക്കാളും കുറവായതുകൊണ്ട് നമ്മൾ ആ നമ്പേഴ്സിനെ ജസ്റ്റ് ഇഗ്നോർ ചെയ്തു. ഇത് 5നേക്കാളും കൂടുതലായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമായിരുന്നു? നമ്മൾ ഈ ഒരു നമ്പർ ആഡ് ചെയ്യണമായിരുന്നു അല്ലേ? അപ്പോൾ 14 ഇപ്പോൾ 4 എന്നുള്ളത് 7 ആയിരുന്നെങ്കിൽ 14.51 നമ്മൾ എഴുതണം. 5നേക്കാളും കുറവായതുകൊണ്ട് നമുക്ക് ആ നമ്പർ ജസ്റ്റ് ഇഗ്നോർ ചെയ്യാം, 14.50. നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് നോക്കാം. ഇൻ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ വി നീഡ് ടു റൗണ്ട് ദ റിസൾട്ട് ടു ദി സ്മോളസ്റ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. ഇവിടെ നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ നമ്പറാണ് നോക്കേണ്ടത്. എന്നാൽ അഡീഷനിലും സബ്ട്രാക്ഷനിലും നമ്മൾ ഡെസിമൽ പ്ലേസസിൻ്റെ നമ്പറാണ് നോക്കേണ്ടത്. ദാറ്റ്സ് ദ ഡിഫറൻസ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. 2.5 ടൈംസ് 1.25. ഈ രണ്ട് നമ്പേഴ്സും മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്? 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് അല്ലേ? ഇതിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്? 1 2 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. നമ്മളുടെ ആൻസർ എങ്ങനെയാണ്? ഇറ്റ് ഷുഡ് കണ്ടെയ്ൻ ഓൺലി 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. സോ ഇതിൻ്റെ ആൻസർ 3.125 ആണ്. നമ്മൾ ഇതിനെ 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിലേക്ക് റൗണ്ട് ചെയ്യണം അല്ലേ? അപ്പോൾ ഇവിടെ എത്രയാണ് വരിക? 3.1. ഇവിടെ 2 അഗെയിൻ 5നേക്കാളും കുറവായതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഇഗ്നോർ ചെയ്യാം. സോ നമ്മുടെ ആൻസറിലും 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ, 3.1. ഇതാണ് നമ്മുടെ ആൻസർ. ഇനി നമുക്കൊരു ഡിവിഷൻ നോക്കാം. 125 ഓവർ 0.8787. ഇതിൻ്റെ ആൻസർ 142.2556 എന്നാണ്. നമുക്കിതിൽ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ നമ്പർ നോക്കാം. ഇവിടെ നമുക്ക് 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്, ഇവിടെ 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്. നമ്മളുടെ ആൻസറിൽ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സേ പാടുള്ളൂ. സോ 142. ഇതാണ് നമ്മുടെ ആൻസർ. മൾട്ടിപ്ലിക്കേഷനിലും ഡിവിഷനിലും നമ്മൾ ലീസ്റ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ് നോക്കേണ്ടത്. എന്നാൽ അഡീഷനിലും സബ്ട്രാക്ഷനിലും നമ്മൾ നോക്കേണ്ടത് ലീസ്റ്റ് നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസസ് ആണ്.
That is the difference. Okay. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് നോക്കാം, പ്രിസിഷൻ ആൻഡ് ആക്യുറസി. എന്താണ് പ്രിസിഷൻ, എന്താണ് ആക്യുറസി? നമ്മൾ മെഷർമെന്റ്സ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ എക്സ്പെരിമെന്റ്സ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ വാല്യൂസ് പ്രിസൈസ് ആണോ ആക്യുറേറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം അല്ലേ? എന്താണ് പ്രിസിഷൻ, എന്താണ് ആക്യുറസി? നമുക്ക് നോക്കാം. Precision indicates the closeness of multiple measurements. അതായത് നമ്മൾ മെഷർ ചെയ്യുന്ന മൾട്ടിപ്പിൾ മെഷർമെന്റ്സിന്റെ ക്ലോസ്നെസ്, അത് എത്രത്തോളം ക്ലോസ് ആണ്, അതാണ് പ്രിസിഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ടൈട്രേഷൻ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ടൈറ്റർ വാല്യൂ നമുക്ക് 11.2 കിട്ടി, സെക്കൻഡ് ടൈറ്റർ വാല്യൂ നമുക്ക് 11.3 കിട്ടി, പിന്നീട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 12.2 ആണ്. സോ ഈ രണ്ട് മെഷർമെന്റ്സും ഈ രണ്ട് വാല്യൂസും ക്ലോസ് ആണ് അല്ലേ? അപ്പം നമുക്ക് പറയാം ഈ രണ്ട് മെഷർമെന്റ്സിനും പ്രിസിഷൻ ഉണ്ട്. എന്നാൽ ഈ വാല്യൂ ഡിഫറെൻ്റ് ആണ്. ഈ രണ്ട് മെഷർമെന്റ്സും കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാം ദേ ആർ നോട്ട് പ്രിസൈസ്, ഇവയ്ക്ക് പ്രിസിഷൻ ഇല്ല, കാരണം ഇവ തമ്മിൽ വലിയ ഡിഫറൻസ് ഉണ്ട് അല്ലേ? പ്രിസിഷൻ എന്ന് പറഞ്ഞാൽ പ്രിസിഷൻ ഇൻഡിക്കേറ്റ്സ് ദി ക്ലോസ്നെസ് ഓഫ് മൾട്ടിപ്പിൾ മെഷർമെന്റ്സ്. ഇനി ആക്യുറസി എന്താണ്? എന്നാൽ ആക്യുറസി is the agreement of the measured value to the true value. അതായത് ട്രൂ വാല്യൂ മെഷേർഡ് വാല്യൂ തമ്മിലുള്ള എഗ്രിമെന്റ് ആണ് ആക്യുറസി. ടൈട്രേഷൻ തന്നെ വീണ്ടും എക്സാമ്പിൾ ആയി പറയാം. ടൈട്രേഷനിൽ നമുക്ക് ശരിക്കും തിയററ്റിക്കലി നമുക്ക് കിട്ടേണ്ട വാല്യൂ 11.3 ആണെന്ന് വിചാരിക്കും. ഇപ്പോൾ നമുക്ക് കിട്ടിയ രണ്ട് വാല്യൂസും 11.2ഉം 11.3ഉം ആണ്. അപ്പോൾ ഈ രണ്ട് വാല്യൂസിനും ഓൾറെഡി പ്രിസിഷൻ ഉണ്ട് അല്ലെ, പ്രിസൈസ് ആണ്. എന്നാൽ ഇതിന്റെ രണ്ടിന്റെയും ആവറേജ് നമുക്ക് കാണുമ്പോൾ 11.25 ആണ് കിട്ടുക. സോ അഗൈൻ 11.3 ആണ് കിട്ടുക. നമ്മുടെ വാല്യൂവും ഈ ട്രൂ വാല്യൂവും സെയിം ആണ്. ദേ ആർ ആക്യുറേറ്റ്. അതായത് നമ്മുടെ വാല്യൂവിന് ആക്യുറസി ഉണ്ടെന്ന് പറയാം. എഗ്രിമെന്റ് ഓഫ് ദി മെഷേർഡ് വാല്യൂ ടു ദി ട്രൂ വാല്യൂ ആണ് ആക്യുറസി. എന്നാൽ പ്രിസിഷൻ ഈസ് ദി ക്ലോസ്നെസ് ഓഫ് മൾട്ടിപ്പിൾ മെഷർമെന്റ്സ്. Accuracy is the agreement of the measured value to the true value, while precision indicates the closeness of multiple measurements. ഈ വാല്യൂവിൽ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വാല്യൂസ് പ്രിസൈസുമാണ് ആക്യുറേറ്റുമാണ്. ഓക്കെ, നമ്മുടെ വാല്യൂസിന് പ്രിസിഷനും ഉണ്ട് ആക്യുറസിയും ഉണ്ട്. ഇതാണ് പ്രിസിഷൻ ആൻഡ് ആക്യുറസി. ഇനി നമ്മൾ കാണാൻ പോകുന്നത് കൺവേർഷൻ ഓഫ് യൂണിറ്റ്സ് ആണ്. എന്താണ് കൺവേർഷൻ ഓഫ് യൂണിറ്റ്സ്? നമുക്ക് കാൽക്കുലേഷൻസ് ചെയ്യുമ്പോൾ മിക്കപ്പോഴും യൂണിറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്യേണ്ടി വരാറുണ്ട് അല്ലേ? അതായത് കിലോഗ്രാംസിനെ ഗ്രാംസ് ആക്കേണ്ടി വരാറുണ്ട്, മില്ലി ലിറ്റേഴ്സിനെ ലിറ്റേഴ്സ് ആക്കേണ്ടി വരാറുണ്ട്, അതുപോലെ ലിറ്റേഴ്സിനെ മില്ലി ലിറ്റേഴ്സ് ആക്കേണ്ടി വരാറുണ്ട്. അങ്ങനെ യൂണിറ്റ്സ് ചേഞ്ച് ചെയ്യേണ്ടി വരാറുണ്ട്. ഇങ്ങനെ യൂണിറ്റ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് യൂണിറ്റ് ഫാക്ടർ മെത്തേഡ് ഓർ ഫാക്ടർ ലേബൽ മെത്തേഡ് ഓർ ഡയമെൻഷണൽ അനാലിസിസ് മെത്തേഡ്. നമുക്കിത് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു എക്സാമ്പിൾ നോക്കാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ എക്സാമ്പിൾ തന്നെയാണ് നമുക്ക് നോക്കാം. എ പീസ് ഓഫ് മെറ്റൽ ഈസ് 3 inch ലോങ്. വാട്ട് ഈസ് ഇറ്റ്സ് ലെങ്ത് ഇൻ സെന്റിമീറ്റേഴ്സ്? സോ ഇഞ്ചിനെ നമുക്ക് സെന്റിമീറ്റേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യണം. യൂണിറ്റ് ഫാക്ടർ മെത്തേഡിൽ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഒരു റിലേഷൻ എഴുതും. അതായത് ഏത് യൂണിറ്റിൽ നിന്നാണോ കൺവേർട്ട് ചെയ്യേണ്ടത്, അതുപോലെ ഏത് യൂണിറ്റിലേക്കാണോ കൺവേർട്ട് ചെയ്യേണ്ടത്, ആ രണ്ട് യൂണിറ്റ്സും തമ്മിലുള്ള റിലേഷൻ എഴുതിയിട്ട് അതിൽ നിന്നും രണ്ട് ഇക്വേഷൻസ് നമ്മൾ ഡിറൈവ് ചെയ്യും. എന്നിട്ട് ആ ഇക്വേഷൻസ് ആണ് നമ്മൾ യൂണിറ്റ് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് നോക്കാം. നമുക്കിവിടെ എന്താ ചെയ്യേണ്ടത്? ഇഞ്ചിനെ സെന്റിമീറ്റേഴ്സിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. സോ 1 inch. സോ എന്താണ് ഇഞ്ചും സെന്റിമീറ്റേഴ്സും തമ്മിലുള്ള റിലേഷൻ? 1 inch ഈസ് ഈക്വൽ ടു 2.54 സെന്റിമീറ്റേഴ്സ് അല്ലേ? ഈ റിലേഷനിൽ നിന്ന് എനിക്ക് രണ്ട് ഇക്വേഷൻസ് എഴുതാനായിട്ട് സാധിക്കും. അതായത് 1 inch ഓവർ ഈ 2.54നെ ഞാൻ ഇങ്ങോട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അത് ഡിനോമിനേറ്ററിൽ വരും. സോ 1 inch ഓവർ 2.5 സെന്റിമീറ്റേഴ്സ് ഈക്വൽസ് 1 അല്ലേ? ഇനി അതുപോലെ തന്നെ വേറൊരു റിലേഷനും കൂടി എഴുതാം. അതായത് 2.54 സെന്റിമീറ്റേഴ്സ് ഓവർ 1 inch. ഇങ്ങനെ ഒരു റിലേഷനും കൂടി എനിക്ക് എഴുതാം. അതായത് ഇഞ്ചിനെ ഞാൻ ഇപ്പോൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ അത് ഡിനോമിനേറ്ററിൽ വരും. സോ 2.54 സെന്റിമീറ്റേഴ്സ് ഓവർ 1 inch ഈക്വൽസ് 1. ഈ രണ്ട് റിലേഷനും എനിക്ക് ഈ ഇക്വേഷനിൽ നിന്ന് എനിക്ക് ഈ രണ്ട് റിലേഷനും എഴുതാം. ഈ ഇക്വേഷൻസിൽ ഒരു ഇക്വേഷനാണ് ഞാൻ ഈ യൂണിറ്റ് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഈ റിലേഷനിൽ നമ്മൾ ഏത് ചൂസ് ചെയ്യണമെന്നുള്ളത് നമുക്ക് ഏത് യൂണിറ്റിലേക്കാണോ കൺവേർട്ട് ചെയ്യേണ്ടത് ആ യൂണിറ്റ് ന്യൂമറേറ്ററിൽ വരുന്ന റിലേഷൻ വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. അതായത് ഇപ്പോൾ നമുക്ക് സെന്റിമീറ്റേഴ്സിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. സോ ഇതിൽ ഏത് റിലേഷനിലാണ് സെന്റിമീറ്റർ ന്യൂമറേറ്ററിൽ വരുന്നത്? ഇവിടെ ഈ ഇക്വേഷനിലാണ് സെന്റിമീറ്റേഴ്സ് ന്യൂമറേറ്ററിൽ വരുന്നത് അല്ലേ? അപ്പോൾ ഞാൻ ഈ ഇക്വേഷൻ വേണം സെലക്ട് ചെയ്യാൻ. എന്നിട്ട്
കൺവേർട്ട് ചെയ്യേണ്ട വാല്യൂവിനെ ഞാൻ ഈ റിലേഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. സോ 2.54 സെൻറ്റിമീറ്റേഴ്സ് ഓവർ 1 ഇഞ്ച്. ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും. ഇഞ്ചും ഇഞ്ചും ക്യാൻസൽ ചെയ്ത് പോകും. 3 times 2.54. എന്താണ് അതിൻ്റെ ആൻസർ? 7.62 സെൻറ്റിമീറ്റേഴ്സ്. സോ ഇങ്ങനെയാണ് നമ്മൾ യൂണിറ്റ് കൺവേർഷൻ നടത്തുന്നത്, അതായത് യൂണിറ്റ് ഫാക്ടർ മെത്തേഡ് ഉപയോഗിക്കുന്നത്. ഏത് യൂണിറ്റിൽ നിന്നാണോ കൺവേർട്ട് ചെയ്യേണ്ടത് അതും അതുപോലെ കൺവേർട്ട് ചെയ്യേണ്ട യൂണിറ്റും തമ്മിലുള്ള ഇക്വേഷൻ എഴുതിയിട്ട് അതിൽ നിന്നും നമ്മൾ രണ്ട് റിലേഷൻസ് ഡിറൈവ് ചെയ്യും. എന്നിട്ട് ആ റിലേഷൻസിൽ ഏത് യൂണിറ്റിലേക്കാണോ നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ടത് ആ യൂണിറ്റ് ന്യൂമറേറ്ററിൽ വരുന്ന ഇക്വേഷനാണ് നമ്മൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് ആ റിലേഷൻ കൊണ്ട് നമ്മുടെ വാല്യൂവിനെ മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് യൂണിറ്റ് കൺവേർഷൻ നടത്താൻ പറ്റും. സോ ഇങ്ങനെയാണ് നമ്മൾ കൺവേർഷൻ ഓഫ് യൂണിറ്റ്സ് ചെയ്യുന്നത്. സോ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ബാക്കിയുള്ള ടോപ്പിക്സ് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.